الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ ഒരാഴ്ച നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖം നിറഞ്ഞ ഒരു ആഴ്ചയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ ഈ സമയം വരെയും TV ഒന്ന് തുറന്നാൽ കണ്ണിൽ തറച്ചു പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കാതൊന്ന് തുറന്നു പിടിച്ചാൽ പിന്നീട് ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത നിലവിളികളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നെഞ്ചുപൊട്ടുന്ന, കരളയിക്കുന്ന ദൃശ്യങ്ങളും വാർത്തകളും കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സ് കലുഷിതമായിരിക്കുന്നു, അസ്വസ്ഥമായിരിക്കുന്നു. വയനാടിന്റെ ചൂരൽ മല മുതൽ ഒരു വേള അറബിക്കടൽ വരെ മൃതദേഹങ്ങളും മനുഷ്യാവയവങ്ങളും ചിതറിക്കിടക്കുന്ന കാഴ്ച നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സംഭവമാണ് എന്ന് നമുക്കറിയാം. 300ഓളം വീടുകൾ ഒഴുകിപ്പോയി എന്ന് ഔദ്യോഗികമായി പറയുമ്പോൾ ഒരു വീട്ടിൽ ശരാശരി 3 പേരെ കൂട്ടിയാൽ തന്നെ അതിന്റെ ആഴവും ഭയാനകതയും നമുക്ക് ബോധ്യപ്പെടും. നമുക്കൊക്കെ ലഭിച്ച മരണത്തിന്റെ കണക്കുകളെക്കാൾ എത്രയോ മടങ്ങായിരിക്കും യഥാർത്ഥ മരണസംഖ്യ. വിശ്വാസികളെ, ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഒന്നാമതായി പ്രാർത്ഥന തന്നെയാണ്. ഈ ദുരന്തത്തിൽ ഒഴുകിപ്പോയ വിശ്വാസികളായ ആളുകൾക്ക് റഹ്മാനായ റബ്ബ് ഷഹീദിന്റെ പദവി നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ.
അതിനുള്ള അനുഗ്രഹം അവർക്ക് ലഭിക്കുമാറാവട്ടെ. ദുരന്തത്തിൽ സാരമായി പരിക്കേറ്റ ആളുകളുണ്ട്. അവർക്ക് റഹ്മാനായ റബ്ബ് സമ്പൂർണമായ ശിഫ നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ കുടുംബത്തിലും ശേഷിച്ചുപോയി ഉറ്റവരുടെ വേർപാടിൽ മനംനൊന്തിരിക്കുന്ന സഹോദരങ്ങൾക്ക് ക്ഷമയും മനക്കരുത്തും ലോകത്തിന്റെ സ്രഷ്ടാവ് നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് സാധാരണമായൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള വഴി അർഹമുർ-റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. വിശ്വാസികളെ, ഓരോ നമസ്കാര ശേഷവും നമ്മൾ മനമുരുകി ഈ വിഷയങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ കാവലിനെ തേടാനും പ്രാർത്ഥിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ചെയ്യുവാനുള്ള ഒരു കാര്യം അത് തന്നെയാണ്. രണ്ടാമതായി നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അവർക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മെപ്പോലെ കുടുംബത്തോടൊപ്പം ജീവിക്കേണ്ടവരായിരുന്നു അവർ. ഒരു നിമിഷാർദ്ധം കൊണ്ട് എല്ലാം തകർത്ത് എറിയപ്പെട്ടിരിക്കുന്നു, പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവരെ സഹായിക്കുക എന്നത് നമ്മുടെ വ്യക്തിപരമായ ബാധ്യതയാണ്. നമ്മുടെ മഹല്ല് ഇൻഷാ അല്ലാഹ് ഇന്ന് ജുമുഅ നമസ്കാരത്തിന് ശേഷം പ്രത്യേകമായ സാമ്പത്തിക സമാഹരണം ഒരുക്കിയിട്ടുണ്ട്. അതിന് QR കോഡ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ബക്കറ്റ് സംവിധാനങ്ങളുണ്ട്. മനസ്സറിഞ്ഞ് പ്രാർത്ഥനയോടുകൂടി അവർക്ക് വേണ്ടി നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരു വലിയ വിഹിതം അവർക്ക് നാം നൽകണം. എന്തേ ഇങ്ങനെ ഓർമ്മപ്പെടുത്താൻ കാരണം? നമ്മൾ സുരക്ഷിതരാണ് എന്ന് ഒന്ന് സമാധാനിച്ചിരിക്കാമായിരുന്നില്ലേ? പറ്റില്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു യഥാർത്ഥ മുഅ്മിനിന്റെ ജീവിതത്തെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് ഇർഹമൂ മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുള്ള സഹജീവികളോട് കാരുണ്യം കാണിക്കുക, എങ്കിൽ ഉപരിലോകത്തുള്ള റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് കാരുണ്യവർഷം നൽകുമെന്നാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ പറ്റും, മൻ നഫ്ഫസ അൻ മുഅ്മിനിൻ ഖുർബത്തൻ മിൻ ഖുറബിദ് ദുനിയ. ഒരു മുഅ്മിനിന്റെ ഒരു പ്രയാസത്തെ നാം നീക്കം ചെയ്താൽ, അതിന് സഹായം ചെയ്തു കൊടുത്താൽ, അല്ലാഹു ദുനിയാവിലുള്ള ഒരു പ്രയാസം നമുക്ക് നീക്കി നൽകും. നഫ്ഫസ അൻഹു ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അവന്റെ ഒരു പ്രയാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കും. മറ്റൊരു ആ ഹദീസിന്റെ തന്നെ തുടർച്ച നമുക്ക് കാണുവാൻ പറ്റും, മൻ യസ്സറ അലാ ഉസ്രിൻ യസ്സറല്ലാഹു അലൈഹി ഫിദ് ദുനിയ വൽ ആഖിറ. ഒരു പ്രയാസം നീക്കി അയാൾക്കൊരു സഹായം ചെയ്തു കൊടുത്താൽ ഇഹത്തിലും പരത്തിലും അല്ലാഹു അവനെ എളുപ്പമാക്കി കൊടുക്കും എന്ന ഹദീസിലുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ, മനസ്സറിഞ്ഞ് ആ പ്രയാസങ്ങൾ കാണാൻ ബാക്കി വച്ച നമുക്കുള്ള പരീക്ഷണമാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രണ്ടാമത്തെ കാര്യം നമ്മൾ ഏറ്റെടുക്കണം. അതിന് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ, അവരിലേക്ക് എത്തുന്ന എന്തെല്ലാം സഹായഹസ്തങ്ങളുണ്ടോ, അതിലൊക്കെ നമ്മൾ ഭാഗവാക്കാകണം എന്നാണ് ഇത്തരുണത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. മൂന്നാമതായി സഹോദരങ്ങളെ, ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ ഗുണപാഠം ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവം, നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ ഒരു കാര്യമുണ്ടായാൽ നമുക്കത് വല്ലാതെ അനുഭവപ്പെടും. ഒരു വിരലിൽ ഒരു മുറിയായാൽ അതായിരിക്കും നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വിഷയം. എന്നാൽ അതിനേക്കാൾ വലിയ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, കയ്യൊന്നൊടിഞ്ഞു പോയി, മറ്റോ അപകടങ്ങൾ ഉണ്ടായാൽ, ആ ചെറിയ വിഷയം നാം മറക്കുകയും വലിയതിനെ നമ്മൾ സ്വീകരിക്കുകയും അതിന്റെ പിന്നാലെ പോവുകയും ചെയ്യും. ശുരൂരിൽ ഒരാൾ നഷ്ടപ്പെട്ടത് ദിവസങ്ങളോളം നമ്മെ വേദനിപ്പിച്ചിട്ടുണ്ട്. വയനാടിന്റെ ദുരന്തം വന്നപ്പോൾ ശിരൂർ എന്ന ആ ഒരു വലിയ ദുരന്തം നമ്മുടെ മനസ്സിൽ ചെറുതായി പോയിട്ടുണ്ട്.
ഇത് ജീവിതത്തിൽ മനുഷ്യന് നൽകുന്ന ഒരു വലിയ പാഠമുണ്ട്. വെള്ളം കുത്തിയൊലിച്ചു വന്നപ്പോ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമ്പാദ്യവും ഉപേക്ഷിച്ചുകൊണ്ട് ജീവന് വേണ്ടി ഓടി വന്ന, രക്ഷപ്പെട്ടു വന്നവന്റെ വിലാപവും അവന്റെ സന്തോഷവും സങ്കടവും നമ്മൾ കണ്ടിട്ടുണ്ട്. വിശ്വാസികളെ, ഇതിൽ നിന്ന് എന്താണ് പാഠം? നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഖിയാമത്ത് നാൾ വന്നാൽ, ഈ ഒരു പ്രപഞ്ചത്തിന്റെ അവസാനത്തിന്റെ ഇതിന്റെ ഒരു പൂർണ്ണത നാം കണ്ടതിന്റെ അള്ളാഹു പറഞ്ഞിട്ടുള്ള ആ പൂർണ്ണത സംഭവിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എല്ലാം മൂടിപ്പോകുമെന്ന് റഹ്മാനായ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഹൽ അതാക ഹദീസുൽ ഗാശിയ. ആ മൂടുന്ന സംഭവത്തെ സംബന്ധിച്ച് പ്രവാചകരെ, താങ്കൾക്ക് വല്ല വിവരവും ലഭിച്ചിട്ടുണ്ടോ എന്നാണ്. അങ്ങനെ ഒരു ചോദ്യം അള്ളാഹു ചോദിച്ചിട്ട് പറഞ്ഞു, വുജൂഹു യൗമഇദിൻ ഖാശിഅ. അന്ന് അമലില്ലാതെ ചെയ്തു പോയതൊക്കെ നഷ്ടത്തിലായല്ലോ, ഒന്നും സമ്പാദിച്ചില്ലല്ലോ എന്ന ചിന്തയോടുകൂടി തല താഴ്ന്നു പോകുന്ന മനുഷ്യരെ നിനക്ക് കാണാൻ പറ്റും എന്ന് റഹ്മാനായ റബ്ബ് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ എത്ര ഗൗരവത്തിലാണ് സൂറത്ത് യാസീനിൽ ഈ വിഷയം വിശദീകരിക്കുന്നത്. മാ യൻദുറൂന ഇല്ലാ സൈഹത്തൻ വാഹിദ. ഒരൊറ്റ ഘോര ശബ്ദം മാത്രമാണ് അവർ കാത്തിരിക്കുന്നത്. ഒരൊറ്റ ശബ്ദം, അത് മാത്രമാണ് അവർ കാത്തിരിക്കുന്നത്. അല്ലേ? നാം ഒന്ന് പിന്നിലേക്ക് ചിന്തിക്കൂ. നാം കേട്ട വാർത്തകൾ അതിലേക്കൊന്ന് ചേർത്തുകൊണ്ടാണ് ഗാശിയ എന്ന ആ മൂടുന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. അവർ അന്യോന്യം തർക്കിച്ചുകൊണ്ടിരിക്കെ അവരതൊരു പിടികൂടും എന്നാണ്. അവർ വർത്തമാനത്തിലായിരിക്കെ, അവർ ദുനിയാവിന്റെ വിഷയത്തിൽ കലഹിച്ചുകൊണ്ടിരിക്കെ അതവരെ പിടികൂടുക തന്നെ ചെയ്യും. ഫലാ യസ്തത്വിഊന തൗസിയ. അവർക്ക് പരസ്പരം ഒന്ന് വസിയ്യത്ത് ചെയ്യാൻ പോലും കഴിയാത്ത വിധം, ഒന്ന് ഉരിയാടാൻ പോലും കഴിയാത്ത വിധം അത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഒന്ന് കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത വിധം നൈമിഷിക നിമിഷാർദ്ധത്തിൽ ആ ഖിയാമത്ത് നാൾ സംഭവിക്കും എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ആയത്ത് ഇങ്ങനെ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടി ജീവിതത്തെ കൈകാര്യം ചെയ്യണം. കാരണം ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അളീം. ആ അന്ത്യസമയത്തെ പ്രകമ്പനം എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു കാര്യമാകുന്നു. അതൊറ്റ സെക്കൻഡിൽ സംഭവിക്കും. അത് സംഭവിച്ചാൽ യൗമ തറൗനഹാ, നിങ്ങൾക്ക് അന്ന് കാണുന്ന ദിവസമാണ്. നിങ്ങൾ എങ്ങനെയാ കാണുക? ഏതൊരു മുല കൊടുക്കുന്ന മാതാവും താൻ ഏറെ സ്നേഹിച്ച, താൻ മുലയൂട്ടുന്ന കുഞ്ഞിനെ പറ്റി അശ്രദ്ധമായി പോകും. ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. ആ കുഞ്ഞിനെ കുറിച്ച് ഓർമ്മ വരാത്ത അത്രമാത്രം ഗൗരവമായ ദിനമാണ് ഖിയാമത്ത് നാൾ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വത്തല്ലഉ കുല്ല ദാതി ഹംലിൻ ഹംലഹാ. ഏതൊരു ഗർഭിണിയും ആ സെക്കൻഡിൽ ഗർഭം അത് പ്രസവിച്ചു പോകുന്ന നിമിഷമാണ് അത് എന്ന്. അന്ന് ലോകത്തുള്ള മനുഷ്യരൊക്കെ മത്തു പിടിച്ചവരെ പോലെ ആയിത്തീരുന്നത് പ്രവാചകരെ താങ്കൾക്ക് കാണുവാൻ പറ്റും. വമാഹും ബിസുക്കറ. അവർ ലഹരി ബാധിച്ചവരല്ല, അവർ ലഹരിക്ക് അടിമപ്പെട്ടവരല്ല. പക്ഷേ വലാകിൻ അദാബല്ലാഹി ശദീദ്. അല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷ അതത്ര വലുതാണ്. ആ ശിക്ഷ വലുതാണ്. അത് സംഭവിക്കുമ്പോഴാണ് മനുഷ്യർക്ക് തങ്ങൾ ചെയ്തു കൂട്ടിയ അപരാധങ്ങളും തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും നഷ്ടപ്പെട്ടതിന്റെ ദുഃഖമുണ്ടാവുക എന്ന് റഹ്മാനായ റബ്ബ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസികളെ, ആ വയനാടിന്റെ മലയിടുക്കുകളിലൂടെ കടന്നു വന്ന ആ മലവെള്ളപ്പാച്ചിലിന്റെ സമ്പൂർണത ജീവിതത്തിൽ സംഭവിക്കുമ്പോ ഒരാൾക്കും എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വിധം സമ്പൂർണമായ നാശമായിരിക്കും നിമിഷാർത്ഥം കൊണ്ട് സംഭവിക്കുക. അതിനെ ഓർക്കാൻ ഈ ദിനങ്ങളിൽ നമുക്ക് സാധിക്കണം. നോക്കൂ നിങ്ങൾ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ദീർഘമായ ഹദീസിൽ ഖിയാമത്ത് നാളിന്റെ ഓരോ സെക്കൻഡും അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. വലതഖൂമന്ന സഅ. ഖിയാമത്ത് നാൾ സംഭവിക്കുക തന്നെ ചെയ്യും. വഖദ് നശറ
الرجلان ثوبهما بينهما فلا يتبايعانه ولا يطويانه. രണ്ടാളുകൾ വാങ്ങുകയും വിൽക്കുവാനുമായി തങ്ങളുടെ വസ്ത്രം വിരിച്ചിടവേ അന്ത്യസമയം സംഭവിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, എന്നാൽ അതിൽ കച്ചവടം നടത്തുവാനോ അതൊന്നും മടക്കി വെക്കുവാനോ അവന് സാധ്യമാവുകയില്ല. അത്ര വേഗത്തിലായിരിക്കും. മറ്റൊരു ഹദീസ്, ആ ഹദീസിന്റെ മറ്റു ഭാഗം നോക്കൂ. വലതഖൂമന്ന സഅ വഖദ് ഇൻതസറഫ الرجل ബിലബനി ലിഖഹ്തിഹി ഫലാ യത്അമുഹു. ഒരാൾ താൻ കറന്നെടുത്ത പാലുമായി ഒരാൾ മടങ്ങുന്ന വേളയിൽ അന്ത്യനാൾ സംഭവിക്കും. പക്ഷേ അതിൽ നിന്നൊന്ന് രുചിച്ചു നോക്കാൻ അവന് പറ്റില്ല എന്നാണ്. ആ ഹദീസിന്റെ ബാക്കിയിൽ റസൂലുള്ളാഹി പറഞ്ഞു, തന്റെ ഒട്ടകങ്ങൾക്ക് വേണ്ടിയുള്ള ഹൗദ് കെട്ടിക്കൊണ്ടിരിക്കെ അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ അതിൽ നിന്ന് തന്റെ ഒട്ടകങ്ങൾക്ക് കുടിപ്പിക്കാൻ അയാൾക്ക് സാധിക്കുകയില്ല. വലതഖൂമന്ന സഅ വഖദ് റഫഅ ഖൽതുഹു ഇലാ ഫീഹി ഫലാ യത്മുഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയട്ടോ, തന്റെ ഭക്ഷണം ഒരാൾ വായിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കെ അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ അതയാൾക്ക് ഭക്ഷിക്കാൻ സാധിക്കുകയില്ല. എത്ര എളുപ്പത്തിലാണത് സംഭവിക്കുക. ആ ഒരു ദിനം ഞാനും നിങ്ങളും ഭയപ്പെടണം എന്നാണ് ഈ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. നാം പേടിച്ചോ? നമ്മൾ സന്തോഷിക്കുക ചെയ്തത് നല്ലതാ, ബാക്കിയായല്ലോ. നമ്മുടെ ചുറ്റുമുണ്ടല്ലോ മലകളും കുന്നുകളുമൊക്കെ. അതൊരു രാത്രിയിൽ ഒരു പകലിൽ ഒലിച്ചു വന്നാൽ എനിക്കെന്താണ് സംഭവിക്കുക? ആ തിരിച്ചുപോക്കിൽ എന്റെ ജീവിതത്തിൽ എന്ത് സമ്പാദ്യമാണ് ഉള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആർക്കാണ് ഇങ്ങനെ സംഭവിക്കുമ്പോ രക്ഷപ്പെടാൻ പറ്റുക? അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫഅമ്മാ മൻ സഖുലത് മവാസീനു. ആരുടെ തുലാസാണോ, ആരുടെ മീസാനാണോ കനം തൂങ്ങിയത്, ഫഹുവ ഫീ ഈശത്തിർ റാളിയ, അവൻ അതോടുകൂടി സംതൃപ്തമായ ജീവിതത്തിലേക്കായിരിക്കും, നാശത്തിലേക്കല്ല, സംതൃപ്തമായ ജീവിതത്തിലേക്കുള്ള തിരിച്ചുപോക്കായിരിക്കും. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനു, ആരുടെ തുലാസാണോ, ആരുടെ മീസാനാണോ കനം കുറഞ്ഞു പോയത്, ഫഉമ്മുഹു ഹാവിയ, അവൻ ഹാവിയയിലായിരിക്കും. വമാ അദ്റാക മാ ഹിയ, എന്താണ് ഹാവിയ എന്ന് നിനക്കറിയുമോ? നാറുൻ ഹാമിയ, അത് ചൂടേറിയ നരകാഗ്നിയാകുന്നു എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ രക്ഷയുടെ കവാടം നമുക്കുണ്ടാകുമോ? നാം ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ മീസാനിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ ജീവിതത്തിലേക്കും പ്രളയമോ ദുരന്തമോ കടന്നു വരാം. ആരും ഇവിടെ സുരക്ഷിതമല്ല, ആരും ഇവിടെ സുരക്ഷിതരല്ല. അത് മാത്രമല്ല, അത് വന്നില്ലെങ്കിലും മരണമാണ് നമ്മുടെ അന്ത്യസമയം. അതിനുവേണ്ടി നാം ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ മീസാനിൽ അമലുകൾ ഉണ്ടായാൽ മാത്രം പോരാ, ആ അമലുകൾ കനം തൂങ്ങുന്നതായിരിക്കണം. ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും പൂർണ്ണമോചിതമായി നാം തുലാസിലേക്ക് വെക്കുന്ന ഒരു ദിക്ർ റഹ്മാനായ റബ്ബ് സ്വർഗ്ഗം നൽകുവാൻ മാത്രം കനമുള്ളതാക്കി മാറ്റാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക എന്ന വചനം നമ്മളെ വിടാതെ പിടികൂടണം. നമ്മുടെ അമലുകൾ, നമ്മുടെ ജീവിതത്തിന്റെ പ്രാർത്ഥനകൾ, നമ്മുടെ അദ്കാറുകൾ, ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും ശിർക്ക് എന്ന മഹാപാപം ആരുടെയെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ മുഴുവൻ അമലുകളും അവന് പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. നരകമാണ് അവനുള്ളത്, നരകമാണ് അവനുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, പ്രവാചകൻ പഠിപ്പിക്കാത്ത ഏതെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ അവൻ ചെയ്താൽ കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ, പ്രവാചകൻ പഠിപ്പിക്കാത്ത ദീനിൽ വല്ലതും ഉണ്ടാക്കി അതാണ് ശരിയെന്ന് ജീവിതത്തിൽ സ്വീകരിച്ച് ആരെങ്കിലും ചെയ്താൽ അവൻ നരകത്തിലേക്ക് പോകുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അമല് കനം തൂങ്ങില്ലെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ നരകാവകാശിയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അമലിനെ കുറിച്ച് ചിന്തിക്കണം, വിശ്വാസത്തെ കുറിച്ച് ചിന്തിക്കണം, ജീവിതത്തെ കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ വിശ്വാസം എവിടെ എത്തി നിൽക്കുന്നു? മരിച്ചുപോയ മഹത്തുക്കളോട് പ്രാർത്ഥിക്കുന്ന മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം തന്നെയാണോ ഇന്നും നമ്മൾ വെച്ചു പുലർത്തുന്നത്? അതോ 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയം വൃത്തിയാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിപ്പിച്ചുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന ശുദ്ധ തൗഹീദിന്റെ പവിത്ര
പവിത്രമായ ജീവിതമാണോ നമുക്കുള്ളത് എന്ന് നമ്മൾ ഈ തരുണത്തിൽ പരിശോധിക്കണം. നമ്മുടെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? ഇന്ന് സുബ്ഹി ജമാഅത്തിന് പള്ളിയിലെത്താൻ നമുക്ക് സാധിച്ചോ? ഇന്നലെ ഇശാഇന് പള്ളിയിലുണ്ടായിരുന്നോ? ഇന്നലെ മഗ്രിബിനുണ്ടായിരുന്നോ? കഴിഞ്ഞ വർഷങ്ങളായി എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടാത്ത സമ്പാദ്യമായി, ജീവിതത്തിന്റെ സ്വപ്നമായി നമസ്കാരത്തെ കൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചമായി റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ സമ്പാദ്യം വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഹൃദിസ്ഥമാക്കുവാനും എന്നും പാരായണം ചെയ്യുവാനും അതിന്റെ വെളിച്ചത്തിലൂടെ ജീവിക്കുവാൻ വേണ്ടി അത് പഠിക്കുവാനുമുള്ള എന്തെല്ലാം സംവിധാനങ്ങളും സമയങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഓർത്തിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നെങ്കിലും, ഇന്നലെയെങ്കിലും, മിനിഞ്ഞാന്നെങ്കിലും, കഴിഞ്ഞ ആഴ്ച നടന്ന ചൊവ്വാഴ്ചക്ക് ശേഷമെങ്കിലും ജീവിതത്തിൽ വിശുദ്ധ ഖുർആനിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമുക്ക് ലഭിച്ചിട്ടുള്ള ഒഴിവുവേളകൾ, നമ്മുടെ ജീവിത സന്ധാരണത്തിന് ബാക്കിയുള്ള സമയങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിനു വേണ്ടി ഒരു 5 മിനിറ്റെങ്കിലും, ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും, അരമണിക്കൂറെങ്കിലും ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി പട്ടിണി കിടക്കാതിരിക്കാൻ, കുടുംബം പോറ്റാൻ, സമൂഹത്തിൽ നിലയും വിലയുമുള്ളവനായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്പാദ്യം, നമ്മുടെ സമ്പത്ത്, അതിൽ ഹറാമിൽ നിന്ന് അതിന് സക്കാത്ത് കൊടുത്തിട്ടുണ്ടെന്ന്, അതിൽ പാവപ്പെട്ടവന്റെ അശരണരുടെ അവകാശങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്റെ സമ്പാദ്യം ശുദ്ധമാണ്, എന്റെ ഭക്ഷണം ഹലാലാണ്, ഞാൻ ഹറാമ് കൊണ്ട് ജീവിക്കുന്നില്ലെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ സദാചാര ജീവിതം, ലൈംഗിക രംഗത്തുള്ള സദാചാര മേഖലകളിൽ നമ്മുടെ കണ്ണും കാതും നമ്മുടെ ശരീരവും പരിശുദ്ധമാണ് എന്ന് റഹ്മാനായ റബ്ബിന്റെ നാമത്തിൽ നമുക്ക് ഉറക്കെ പറയാൻ നമുക്ക് സാധിക്കുമോ? ലഹരിയുടെ ഒരു അംശം പോലും എന്റെ ജീവിതത്തിൽ കൂടെ സഞ്ചരിക്കുന്നില്ലെന്ന് അല്ലാഹുവേ നീയാണ് സാക്ഷി എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ഈ പരിശോധനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കോരോ പരീക്ഷണമായി, ദുരന്തമായി, പ്രയാസങ്ങളായി നമ്മുടെ ചുറ്റുപാടുകളിൽ കാണിച്ചു തരുമ്പോ നാം ചിന്തിക്കേണ്ടത്, നാം ഏറ്റെടുക്കണം. പാവപ്പെട്ടവന്റെ വേദന നമ്മുടേത് കൂടിയാണ് എന്ന് നാം സ്വയം സ്വീകരിക്കണം. അതോടൊപ്പം നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വിലപിക്കാതിരിക്കാൻ, കൈ കടിച്ചു പോകാതിരിക്കാൻ അല്ലാഹു പറഞ്ഞിട്ടുള്ള മുഴുവൻ നിയമങ്ങളും പാലിച്ച് ജീവിക്കേണ്ടുന്ന ഒരൊറ്റൊന്നിനോടും സഹായം തേടാൻ കഴിയാത്ത വിധം ഏകനായ അല്ലാഹുവിന്റെ സഹായം മാത്രമാണ് എനിക്കുള്ളതെന്ന തിരിച്ചറിവോട് കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ഇസ്ലാമും വിശുദ്ധ ഖുർആനും പ്രവാചകനും ഖിയാമത്ത് നാളുമൊക്കെ നമുക്ക് വഴികാട്ടിയായി മാറുന്നത്. അവിടെയാണ് നിരാശയില്ലാത്തൊരു ജീവിതം, ലക്ഷ്യബോധമുള്ള ഒരു പ്രസന്ന മുഖത്തോടു കൂടിയുള്ള ഒരു അധ്വാനം നമുക്ക് സാധ്യമായി തീരുക. വിശ്വാസികളെ, അതിനുള്ള ഒരു വെളിച്ചമായി ഇത്തരം പരീക്ഷണങ്ങളെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഉയർന്നു വരുന്ന സമൂഹത്തിൽ നിന്ന് കേൾക്കാവുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിനും നമ്മുടെ ജീവിതത്തിൽ ഉത്തരം പറയുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് ബാധ്യതയാണ്. സ്വാഭാവികമായും ആ പ്രതിസന്ധി നിറഞ്ഞ ഭൂമിയിൽ നിന്നുകൊണ്ട് ആളുകൾ ചോദിക്കുന്ന ചോദ്യം, ഞങ്ങൾ എന്ത് തെറ്റപ്പ ചെയ്തത്? ഇത്ര വലിയൊരു പരീക്ഷണം എന്തേ ഉണ്ടായി? സഹോദരങ്ങളെ, നമുക്കും ചിലപ്പോഴൊക്കെ അതിന് ഉത്തരം കിട്ടാറില്ല. യഥാർത്ഥത്തിൽ അതിന്റെ ഉത്തരം എന്താണ്? ഒരാൾ തെറ്റ് ചെയ്യണം എന്നില്ല ഈ ദുനിയാവിൽ പരീക്ഷിക്കപ്പെടാൻ. ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷണത്തെ വില കുറച്ച് കാണാതെ ജീവിതത്തിൽ ലക്ഷ്യബോധമുള്ളവരാവുക എന്നതാണ് ബാക്കിയുള്ളവരുടെ നല്ല ചിന്ത. രണ്ടാമത്, പലപ്പോഴും ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യം, ഇനി ബാക്കിയായ ആളുകളെ എന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക?
ചാനൽ ചർച്ചകളിലും റിപ്പോർട്ടർമാരുമൊക്കെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്ന് വിലപിക്കുന്നത് കാണുവാൻ പറ്റും. യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഉത്തരം അതിനുണ്ട്. കാരണം ഈ ഭൂമി ലോകത്തെ ജീവിതം അല്ല യഥാർത്ഥ ജീവിതം. പരലോകമാണ് ശാശ്വതമായിട്ടുള്ള ജീവിതം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, തീർച്ചയായും ഇഹലോകം എന്ന് പറയുന്നത് ഇല്ലാ ലഅബുൻ ഇല്ലാ ലഹുവൻ വലഅബുൻ, അത് വിനോദങ്ങളും കളികളും മാത്രമാണ്. വ ഇന്നദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ, പരലോക ജീവിതം തന്നെയാണ് യഥാർത്ഥ ജീവിതം. ലൗ കാനൂ യഅലമൂൻ, നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്ന്. അപ്പൊ ഇവിടെ ഉള്ളത് ഒരു പരീക്ഷണത്തിന്റെ പ്രതിസന്ധികൾ നിറഞ്ഞ നാളേക്ക് വേണ്ടി ഒരുങ്ങുവാനുള്ള ലോകമാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും, അതിന് പല കാരണങ്ങളുണ്ടാകും എന്ന് മാത്രം, അത്രേ ഉള്ളൂ. ആ സാധു മനുഷ്യർ ഒലിച്ചു പോയാണ് മരിച്ചത്. നമ്മൾ ചിലപ്പോൾ അറ്റാക്ക് ഉണ്ടായിട്ടായിരിക്കും. മരണം സുനിശ്ചിത, അത് സംഭവിക്കുക തന്നെ ചെയ്യും. വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾക്ക് സമ്പൂർണമായ പ്രതിഫലം നൽകപ്പെടും. ഫമൻ സുഹ്സിഹ അനിന്നാർ, നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും ഉദ്ഖലൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ, ഫഖദ് ഫാസ്, അവൻ ഇഹലോക ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ വിജയിച്ചു, നാളെ സ്വർഗാവകാശിയായി. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, ഈ ദുനിയാവ് മനുഷ്യൻ ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കും, കിട്ടും എന്ന് തോന്നിപ്പിക്കും. പക്ഷേ അത് അവന്റെ അവസാനം വരെ അത് കൊണ്ടുപോകും. മറ്റൊന്ന് സഹോദരങ്ങളെ, ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഹീദുകളെ കുറിച്ച് പഠിപ്പിച്ച ഹദീസുകളൊന്ന് പഠിക്കണം. അതിലൊന്ന് അൽ ഗാരിഖു ഷഹീദുൻ എന്നാണ്, മുങ്ങി മരിച്ച ഷഹീദിന്റെ കൂലി കിട്ടുന്നതാണ്. ഈമാനോട് കൂടി ജീവിക്കുമ്പോൾ ഈ കുന്തിപ്പുഴയിൽ കൂടെ ഉണ്ട് ഒലിച്ചു പോയാൽ, അങ്ങനെയാണ് നമ്മളെ ജീവിതം അവസാനിക്കുന്നതെങ്കിൽ അള്ളാഹു തരും സ്വർഗം, ഷഹീദിന്റെ ശുഹദാക്കളുടെ സ്വർഗം തരും എന്ന് അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു നഷ്ടമല്ല. ഈമാനുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് കൂടി നമ്മൾ അറിയണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പരലോകം ബോധ്യപ്പെടുക. നോക്കൂ സഹോദരങ്ങളെ, ഇതൊന്നൊരു യാദൃശ്ചികമായ സംഭവമല്ല. ഇത് പെട്ടെന്നുണ്ടായതാണോ? അല്ല. എല്ലാം റഹ്മാനായ റബ്ബ് ഒരു രേഖയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതാണ് ഖളാ ഖദറിലുള്ള വിശ്വാസം, വിധി വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് അള്ളാഹു പറഞ്ഞ എന്താ, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിലോ ഈ ഭൂമിപ്പുറത്തോ ഒന്നും ബാധിക്കുകയില്ല. ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ, അത് സംഭവിക്കുന്നതിന് മുമ്പ് റഹ്മാനായ റബ്ബ് എല്ലാം രേഖപ്പെടുത്തി ഈ ഭൂമിക്രമത്തിനൊക്കെ ഒരു ടൈം ടേബിൾ വെച്ചിട്ടുണ്ട്. അതിൽ സംഭവിക്കും. കൊറോണ വന്നപ്പോ ആർക്കെങ്കിലും തടുക്കാൻ പറ്റുമോ? അല്ലേ? നിപ്പ വന്നു, എന്ത് സംഭവിച്ചു സഹോദരങ്ങളെ? പണ്ട് വസൂരിയും കോളറയൊക്കെ ഉണ്ടായിട്ടില്ലേ? ഒക്കെ സംഭവിക്കേണ്ട കാലങ്ങളിൽ അള്ളാഹ് വെച്ച ടൈം ടേബിൾ പ്രകാരം സംഭവിക്കും. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അള്ളാഹ്ക്ക് ഇതൊക്കെ എളുപ്പമാണ്. ഈ പരീക്ഷണങ്ങളിൽ അകപ്പെടുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് മുഖേന അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കുവാൻ വേണ്ടി അധ്വാനിക്കുക എന്നതാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി വമിൻകൽ ജദ്ദ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ലേ എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷം, അല്ലാഹുവേ നീ ഒരു അനുഗ്രഹം തന്ന് തടുക്കാൻ ആർക്കും പറ്റൂല, നീ തടഞ്ഞു വെച്ച ഒരു അനുഗ്രഹം തരാനും ആരുമില്ല. നമ്മളെ ജീവിതം അത്രേ ഉള്ളൂ. അത് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ റഹ്മാനായ റബ്ബിനോട് മനസ്സുരുകി പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും. ഈ അനുഗ്രഹങ്ങളൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും പരീക്ഷണങ്ങളൊക്കെ ജീവിതത്തിന്റെ പ്രതീക്ഷയാക്കി മാറ്റാനും നമുക്ക് സാധിക്കും. പലപ്പോഴും ചോദിക്കും, ഇനി അവരെന്താ ചെയ്യാൻ? എന്തിനാ സഹോദരങ്ങളെ സങ്കടപ്പെടുന്നത്? അതിൽ ഒന്നല്ല പറഞ്ഞെന്താ അറിയോ, ഒന്നുമില്ലാത്തൊരവസ്ഥ എന്നല്ലേ നമ്മൾ എങ്ങനെ ആക്കിയത്, അല്ലെ? ഉമ്മാന്റെ ഗർഭാശയത്തിൽ വളരെ നിസ്സാരമായിരുന്നു. ഈ ഭൂമിപ്പുറത്ത് വന്നപ്പോൾ നമ്മളടുത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല. ഇവിടെ നമ്മൾ വളർത്തി വലുതാക്കി നമുക്ക് ഭക്ഷണവും വീടൊക്കെ തന്നില്ലേ. അള്ളാഹു അവൻ തന്നെയാണ് ഒരു മനുഷ്യനെ ധന്യമാക്കുന്നവനും സംതൃപ്തിപ്പെടുത്തുന്നവനാക്കുന്നവനും. അള്ളാക്കും. അള്ള വിചാരിച്ചവർക്കെല്ലാം നിഅമത്ത് കൊടുക്കും.
അതോടൊപ്പം ദുരന്തത്തിൽ പെടാതെ ബാക്കിയായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുനരധിവാസവും അവരുടെ ഭക്ഷണവും അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടി ബാധ്യതയാണ് എന്നൊരു തീരുമാനമെടുത്ത് മനസ്സറിഞ്ഞ് ആ മേഖലയിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ചെലവഴിച്ചാൽ അല്ലാഹു ഇഹത്തിലും പരത്തിലും ഇത്തരം പരീക്ഷണങ്ങളിൽ നമുക്ക് അർഹമായ പ്രതിഫലം നൽകും, ജന്നാത്തുൽ ഫിർദൗസ് നൽകും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും നഷ്ടമല്ലെന്നും എല്ലാം പ്രതീക്ഷയാണെന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. അള്ളാഹുവിന്റെ ഖളാ, അള്ളാഹുവിന്റെ വിധി അത് സംഭവിക്കും. ആ വിധി സംഭവിക്കുമ്പോൾ അത് മുഖേന എന്റെ ജീവിതത്തിൽ നാളെയുടെ സ്വർഗം ലഭിക്കണമെന്ന ആഗ്രഹമാണ് നമുക്കുണ്ടാവേണ്ടത്. എല്ലാ കളിതമാശകളിൽ നിന്നും ഒന്ന് മനസ്സിനെ മാറ്റി, എല്ലാ തിന്മകളിൽ നിന്നും ശരീരത്തെയും സമ്പത്തിനെയും മനസ്സിനെയും തിരിച്ചു പിടിച്ച് അല്ലാഹ് എന്ന ദിക്റിലേക്ക്, സുബ്ഹാനല്ലാഹ് എന്ന, അസ്തഗ്ഫിറുല്ലാഹ് എന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലേക്ക് തിരിച്ചു വരുമ്പോൾ എവിടെ വെച്ച് എന്ത് സംഭവിച്ചാലും സ്വർഗാവകാശിയായി ജീവിതത്തെ അവസാനിപ്പിക്കാൻ, ദുനിയാവിനെ അവസാനിപ്പിച്ച് ശാശ്വതമായ ജീവിതത്തിലേക്ക് യാത്ര പോകാൻ നമുക്ക് സാധിക്കും. അതിന് ഒരുങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. കേട്ടതും കണ്ടതുമൊക്കെ ജീവിതത്തിന്റെ വെളിച്ചമാക്കി മാറ്റാനുള്ള വലിയ വെളിച്ചത്തിലൂടെ സഞ്ചരിക്കാൻ, ഖുർആനിന്റെ വെളിച്ചത്തിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രവാചകന്റെ തിരുസുന്നത്തുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് സഹാബത്തിനെ പോലെ ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബ് നമുക്ക് അനുഗ്രഹത്തിന്റെ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത് മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെയുടെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.